മനുഷ്യന്റെ നിത്യരക്ഷയ്ക്കായി മനുഷ്യരൂപം സ്വീകരിച്ച് മണ്ണിലിറങ്ങിയ ദൈവപുത്രൻ മാനവകുലത്തിന് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയൊരുക്കുന്നതിനായി ചിലരെ തെരഞ്ഞെടുത്തു. തൻ്റെ രക്ഷാകര പദ്ധതിയുടെ തുടർച്ചയ്ക്കായി ഈ ലോകത്തിൽ നിയോഗിക്കപ്പെട്ട ആ അജപാലകരിലൂടെ അനേകാത്മാക്കൾ എക്കാലവും അവിടുത്തോടുകൂടെ ആയിരിക്കുന്നു. അപ്രകാരം ദൈവം പ്രത്യേകമായി തെരഞ്ഞെടുത്ത് പരിശീലിപ്പിക്കുന്ന അനേകം ശുശ്രൂഷകർ, അവർ തങ്ങളുടെ പൂർണ്ണ സമർപ്പണത്തിലൂടെ അനേകായിരം ആത്മാക്കൾക്ക് അനുഗ്രഹമായി മാറുന്നു. രണ്ട് പതിറ്റാണ്ടുകളിലേറെ പാലാരൂപതയെ നയിച്ച അഭിവന്യ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവ് തൻ്റെ വ്യക്തിത്വവും സ്നേഹശീലവും നേതൃത്വ പാടവവും കൊണ്ട് വ്യത്യസ്തനും ഒരു ദേശത്തിന് മുഴുവൻ പ്രിയങ്കരനുമാണ്. 2017 ഏപ്രിൽ മാസം 90 വയസ്സ് പൂർത്തിയാക്കുന്ന അദ്ദേഹം തൻ്റെ പ്രവർത്തന വീഥികളിൽ ഇന്നും ഊർജ്ജസ്വലതയോടെ മുന്നേറുന്നു. പള്ളിക്കാപ്പറമ്പിൽ കുടുംബത്തിൻ്റെ വിളക്കും തറവാട്ടിലെ എല്ലാവരുടെയും ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയിരുന്ന വ്യക്തിയുമായിരുന്ന വല്യപ്പച്ചനായിരുന്നു അഭിവന്യ പിതാവിൻ്റെ ജീവിതത്തെയും ചിട്ടയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമായ പരിശീലനങ്ങൾ നൽകിയിരുന്നത്. പ്രാർത്ഥനയുടെയും മറ്റ് ചിട്ടകളുടെയും കാര്യങ്ങളിൽ കാർക്കശ്യത്തോടെ ഇടപെട്ടിരുന്ന അദ്ദേഹം തികഞ്ഞ പരിശീലനമാണ് പിതാവിനും സഹോദരങ്ങൾക്കും നൽകിപ്പോന്നിരുന്നത്. ഒരു വൈദികനായി തീരുക എന്ന ആഗ്രഹമോ അങ്ങനെ ഒരു ചിന്ത പോലുമോ അവസാന ഘട്ടം വരെ ഇല്ലാതിരുന്നിട്ടും സെമിനാരിയിൽ ചേരുവാൻ പെട്ടെന്നുണ്ടായ തീരുമാനം തികഞ്ഞ ദൈവഹിതം തന്നെയായിരുന്നുവെന്ന് അഭിവന്യ പിതാവ് തിരിച്ചറിയുന്നു. ജനനത്തിന് മുമ്പ് തന്നെ ദൈവം മുദ്ര പതിപ്പിച്ച ഒരാത്മാവിനെ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ അവിടുന്ന് കരം പിടിച്ച് നടത്തുന്നതിൻ്റെ തികഞ്ഞ ഉദാഹരണം കൂടിയാണ് ഈ ജീവിതം. അഭിവന്യ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവിൻ്റെ ജീവിതകാലത്തുടനീളം മിഴിവാർജിച്ചു നിൽക്കുന്ന അനവധി നന്മകൾ അദ്ദേഹത്തിന് സമ്മാനിച്ചത് ജനനം മുതൽ ആ ജീവിതത്തെ ഏറ്റവുമധികം സ്വാധീനിച്ച പള്ളിക്കാപ്പറമ്പിൽ കുടുംബാന്തരീക്ഷം തന്നെയാണ്. മികച്ച ആത്മീയ ബോധ്യങ്ങളിൽ ജീവിച്ചിരുന്ന മാതാപിതാക്കളും മുൻ തലമുറകളിലെ അംഗങ്ങളും തങ്ങളുടെ ജീവിത സാക്ഷ്യങ്ങൾ കൊണ്ട് പിതാവിൻ്റെ ജീവിതത്തെ കൈപിടിച്ചു നടത്തുകയായിരുന്നു. മികച്ചൊരു കുടുംബ പശ്ചാത്തലവും അവിടെ നിന്ന് ലഭിക്കുന്ന പരിശീലനങ്ങളും ഒരു അഭിഷിക്തന്റെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തിന് ഉത്തമ ഉദാഹരണമാണ് ഈ ജീവിതം. എൻ്റെ ഫാദറും എൻ്റെ മദറും എൻ്റെ ഗ്രാൻഡ് ഫാദറും നല്ല പരിശീലനം എനിക്ക് നൽകി. അവരുടെ ജീവിതവും എനിക്ക് വലിയ സാക്ഷ്യമായിരുന്നു. വിശ്വാസ ജീവിതം നയിച്ചിരുന്ന മാതാപിതാക്കൾ അതെനിക്കെപ്പോഴും എൻ്റെ ജീവിതത്തിന് ഒരു മാർഗദർശനമായി നിന്നിരുന്നു. അവരുടെ ജീവിതം എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമേ എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഞാനൊക്കെ ഓരോ കാര്യം പറയും. പലപ്പോഴും സാധുക്കളൊക്കെ വീട്ടിൽ വരുമ്പോൾ ഞാൻ ഓർക്കുന്നത് എൻ്റെ അമ്മ എന്തെങ്കിലും കൊടുക്കും പറയും, അവർക്കതേ ഉള്ളൂ, എന്തെങ്കിലും നമ്മൾ കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞെപ്പോഴും ഒരു സാധു മനുഷ്യൻ പോലും വന്നിട്ട് അല്പം കഞ്ഞി വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാതെ വിടുകയില്ല അവരെ. അതൊക്കെ എനിക്കൊരു വലിയ സാക്ഷ്യമായിരുന്നു. എപ്പോഴും എൻ്റെ അമ്മ പറയുമായിരുന്നു, അവരൊക്കെ പാവമൊന്നും ഇല്ലാത്തവരല്ലേ, അവർക്ക് നമ്മൾ കൊടുക്കണം എന്തൊക്കെയാണ് എന്നുള്ളത്. അതുപോലുള്ള ജീവിത അനുഭവങ്ങൾ
എൻ്റെ ജീവിതത്തെ എനിക്കെപ്പോഴും അത്താണിയായി നിന്നു. അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും വിജയം ഉണ്ടായിട്ടുണ്ട് വിജയത്തിന് കാരണവും നല്ല വിശ്വസ്തമായ ഒരു ജീവിതം നയിക്കുവാൻ, നല്ല ക്രൈസ്തവ ജീവിതം നയിക്കുവാനായിട്ട് എൻ്റെ വൈദിക ജീവിതത്തിൽ വിശ്വസ്ത പുലർത്തി ജീവിക്കുവാൻ എനിക്ക് സാധിച്ചത്. വൈദിക പരിശീലനത്തിൻ്റെ അവസാന ഘട്ടം റോമിൽ പൂർത്തിയാക്കിയ പിതാവ് 1958 പൗരോഹിത്യം സ്വീകരിച്ചതും അവിടെ വെച്ച് തന്നെയാണ്. തുടർന്നും പഠനങ്ങളിൽ മുഴുകിയ അദ്ദേഹം ആ കാലങ്ങളിൽ റോമിലെ മലബാർ കോളേജിൽ പ്രിഫെക്റ്റായും നിയോഗിക്കപ്പെട്ടിരുന്നു. റോമിൽ തനിക്ക് ലഭിച്ചിരുന്ന സാഹചര്യങ്ങളിലെ നന്മകൾ അദ്ദേഹം സന്തോഷപൂർവ്വം സ്വീകരിച്ചിരുന്നു എന്നതുപോലെ തന്നെ അധികാരികൾ ആ യുവ പുരോഹിതന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് മറ്റനേകർക്ക് അനുഗ്രഹമാക്കി അദ്ദേഹത്തെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. 1958 നവംബർ 21 പ്രൊപ്പഗാൻഡ കോൺഗ്രിഗേഷൻ്റെ പ്രീഫെക്റ്റ് കാർഡിൽ അഗജീനിയനാണ് എനിക്ക് പട്ടം നൽകിയത്. അതിനുശേഷം 3 കൊല്ലം കൂടെ ഞാൻ അവിടെ 4 കൊല്ലം കൂടെ റോമിൽ താമസിച്ചു. അവിടെ പുതുതായിട്ട് ആരംഭിച്ച മലബാർ കോളേജിലെ പ്ലാസിഡ് അച്ഛനായിരുന്നു CMI അച്ഛൻ. 1985 നിര്യാതനായി. അച്ഛനായിരുന്നു ആ കോളേജിൻ്റെ റെക്ടർ. അതിൽ 10-11 വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ഇന്നത്തെ അതുവരിൽ 4 പേര് തലശ്ശേരി ആർച്ച് ബിഷപ്പായിരുന്ന വലിയമറ്റം പിതാവ്, താമരശ്ശേരി ബിഷപ്പായിരുന്ന ചിറ്റൽപ്പള്ളി പിതാവ്, കോതമംഗലത്തെ ബിഷപ്പായിരുന്ന പുന്നക്കോട്ട് പിതാവ്, ഇവരെല്ലാം അന്ന് അവിടെ പഠിച്ച വിദ്യാർത്ഥികൾ. അവരുടെ പ്രീഫെക്റ്റായിട്ട് ഞാൻ അവരുടെ കൂടെ താമസിക്കുകയായിരുന്നു 3 കൊല്ലക്കാലം. അങ്ങനെ ആ തരത്തിൽ ഒരു ശിഷ്യസമ്പത്തെന്ന് പറയാനില്ലെങ്കിലും അവരുടെ കൂടെ തന്നെ ജീവിച്ചിരുന്നു. അവർ 3 പേര് പിതാക്കന്മാരായിട്ട്. ബാക്കി അച്ഛന്മാർ കുറേ പേര് മരിച്ചുപോയി. ബാക്കി ഇന്ന് പലയിടത്തും സുസ്ഥിരമായ സേവനം അനുഷ്ഠിക്കുന്ന പല വൈദികരും. കോട്ടയ്ക്കലച്ഛൻ ഉദാഹരണമായിട്ട് വടവാരസിന് ദീർഘകാലം പഠിപ്പിക്കുകയായിരുന്നു. അതുപോലെ തന്നെ കൊല്ലംപറമ്പിലച്ഛൻ, കൊല്ലാപ്പറമ്പിലച്ഛൻ കോട്ടയം രൂപതയിലെ പ്രശസ്തനായ ഒരു വൈദികൻ, വെള്ളിയാനച്ഛൻ കോട്ടയം രൂപതയിലെ വടവാറ് സെമിനാരി ലിറ്ററേച്ചർ പ്രൊഫസർ, അതുപോലെ കോട്ടയം രൂപതയിലെ പ്രമുഖ വൈദികനാണ്. ഇങ്ങനെ പലരും വന്ന് അവിടെ പഠിച്ചിരുന്നതാണ്. ഞാൻ 3 വർഷക്കാലം അവരുടെ പ്രീഫെക്റ്റായിട്ട് അവിടെ യുക്രൈൻ കോളേജിൽ താമസിച്ചു. അഭിവന്യ പള്ളിക്കാപ്പറമ്പിൽ പിതാവിൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ അദ്ദേഹം പൂർണ്ണമായും നിയുക്തനായിരുന്നത് വൈദിക പരിശീലന രംഗത്തായിരുന്നു. ലോകമെമ്പാടുമായി 100 കണക്കിന് ശിഷ്യരുള്ള അദ്ദേഹം അനേക ജീവിതങ്ങളെ അക്കാലത്ത് സ്വാധീനിച്ചിരുന്നു. പഠനം പൂർത്തിയാക്കി കേരളത്തിൽ തിരികെ എത്തിയ അദ്ദേഹം വടവാതൂർ അപ്പസ്തോലിക് സെമിനാരിയുടെ ആരംഭം മുതൽ അവിടെ പ്രൊഫസറാണ്. തുടർന്ന് പ്രൊപ്പഗാൻഡ കോളേജിലേക്ക് വൈസ് റെക്ടറായി സേവനം ചെയ്യുന്നതിനുള്ള ക്ഷണം സ്വീകരിച്ച് തിരികെ റോമിലെത്തിയ പിതാവ് 1969 വരെയുള്ള 4 വർഷക്കാലം അവിടെ തുടർന്നു. തൻ്റെ ജീവിതത്തിലും മനോഭാവത്തിലും ഏറെ സ്വാധീനം ചെലുത്തിയ ഒരു കാലഘട്ടമായിരുന്നു അതെന്ന് അദ്ദേഹം സ്മരിക്കുന്നു. ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്ത് വഴി നടത്തിയ ഒരു ശുശ്രൂഷകനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ അവിടുന്ന് വളർത്തുകയായിരുന്നു. എൻ്റെ പഠനമെല്ലാം തീർന്ന് 62 ഞാൻ തിരിച്ചു പോന്നു. 62 ജൂലൈ 3 വടവാതൂർ അപ്പസ്തോലിക് സെമിനാരി തുറക്കുക. ആ സെമിനാരിൽ ഞാൻ ജൂലൈ 9 പ്രവേശിച്ചു. അന്നത്തെ വിദ്യാർത്ഥികൾ പരിശീലനം നൽകി. ഇന്ന് അവരെല്ലാം നമ്മുടെ ഈ രൂപത്തിൽ തന്നെ 4 അച്ഛന്മാരുണ്ട്. 32 വൈദികരെ ആദ്യം ഞാൻ പരിശീലനം നൽകി. ഞാൻ ഫിലോസഫി പഠിപ്പിക്കുകയായിരുന്നു. 3 കൊല്ലം വടവാതൂർ സെമിനാരിൽ പഠനം കഴിഞ്ഞ് ഞാൻ റോമിലേക്ക് തിരികെ എന്നെ വിളിച്ചു. അവിടെ പ്രൊപ്പഗാൻഡ കോളേജിലെ വൈസ് റെക്ടറായിട്ട്. ഞങ്ങളന്ന് ഏകദേശം 250 വിദ്യാർത്ഥികളുണ്ടായിരുന്നു, സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു പ്രൊപ്പഗാൻഡ കോളേജിൽ. അവർ
40 രാഷ്ട്രങ്ങളിൽ നിന്നായിട്ട്, ആഫ്രിക്കയിലെ പല രാജ്യങ്ങൾ, ഓസ്ട്രേലിയ, അതുപോലെ കാനഡ, ഇംഗ്ലണ്ട്, സ്റ്റേറ്റ്സിൽ തന്നെ 1-2 രൂപതകൾ, അതുപോലെ ആഫ്രിക്കയിലെ വിവിധ സംസ്ഥാനങ്ങൾ, ഏഷ്യയിലെ വിയറ്റ്നാം, തായ്ലൻഡ്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇവിടുന്നൊക്കെ ഉള്ള സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവരെല്ലാം അതിൽ പലരും മെത്രാന്മാരായിട്ട് തീർത്തിട്ടുണ്ട്. അനേകം വിദ്യാർത്ഥികൾ വലിയൊരു ഭാഗ്യമായി ഇവരുടെ കൂടെയൊക്കെ ജീവിക്കുക എന്നുള്ളതിൽ സന്തോഷമായിട്ട് ഞാൻ വൈദിക ജീവിതത്തിൽ എപ്പോഴും എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. കാരണം ഇവരെ ഈ വിവിധ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ ഇണങ്ങിപ്പോവുക, അവരുമായിട്ട് സൗഹൃദം ജീവിക്കുക, അവരിൽ നിന്ന് അനേക കാര്യം പഠിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. വ്യത്യസ്ത രാജ്യങ്ങളുടെ അവരുടെ സംസ്കാരത്തിൽ നിന്നും വളരെയേറെ കാര്യങ്ങളെ സ്വീകരിക്കുവാനും പഠിക്കുവാൻ എനിക്ക് സാധിച്ചു. അതെല്ലാം സന്തോഷകരമായ കാര്യമാണ്. ഞാൻ ആദ്യമായിട്ട് പിതാവിനെ പരിചയപ്പെടുന്നത് ഒരു സെമിനാരി പ്രൊഫസർ എന്ന നിലയിലാണ്. ഞങ്ങൾ വടവാതൂർ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിലാണ് പിതാവ് അവിടെ സെമിനാരി പ്രൊഫസറായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടത്. ഫിലോസഫി പ്രൊഫസറായിരുന്നു പിതാവ്. പിതാവിൻ്റെ ക്ലാസ്സുകൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സുന്ദരമായ ക്ലാസ്സുകൾ, സജീവമായ ക്ലാസ്സുകൾ. അദ്ദേഹം പഠിപ്പിച്ചിരുന്നത് മാർക്സിസമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപരിപഠനത്തിൻ്റെ വിഷയം മാർക്സിസമായിരുന്നു. അതുകൊണ്ട് ആ വിഷയമാണ് ഞങ്ങൾക്ക് അദ്ദേഹം എടുത്തിരുന്നത്. അതും പിന്നെ ആധുനിക തത്വശാസ്ത്രം, അതായിരുന്നു അദ്ദേഹം ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നത്. വളരെ ഹൃദ്യമായ രീതിയിൽ അദ്ദേഹം ക്ലാസ് എടുത്തിരുന്നു. സ്റ്റുഡൻസുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾക്ക് നല്ല ഈടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളടക്കം വളരെ ഗൗരവമേറിയതായിരുന്നു. ഈടുറ്റ ക്ലാസ്സുകളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അങ്ങനെ നല്ലൊരു അധ്യാപകൻ എന്ന നിലയിൽ സ്റ്റുഡൻസിനോട് നല്ല രീതിയിൽ പെരുമാറുന്നു. അതേസമയം ഒരു സെമിനാരി പ്രൊഫസറിൻ്റേതായിട്ടുള്ള ചുമതലാബോധം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. നല്ല രീതിയിൽ ഫോർമേഷൻ കൊടുക്കുവാൻ അദ്ദേഹം പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. 1969 രണ്ടാം ഘട്ടത്തിൽ തിരികെ കേരളത്തിലെത്തിയ അഭിവന്യ പള്ളിക്കാപ്പറമ്പിൽ പിതാവിനെ കാത്തിരുന്നത് ഒരു വലിയ ദൗത്യമായിരുന്നു. ആരംഭകാലം മുതൽ അദ്ദേഹം അധ്യാപകനായി നിയമിക്കപ്പെട്ടിരുന്ന വടവാതൂർ സെമിനാരിയുടെ റെക്ടർ സ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു അത്. പ്രത്യേകിച്ചും സീറോ മലബാർ വൈദിക വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടെ ആരംഭം കുറിക്കുകയും അന്നു മുതൽ ഇന്നുവരെ മഹത്തായ സുറിയാനി പാരമ്പര്യത്തെ ഈ മണ്ണിൽ ജ്വലിപ്പിക്കുകയും പൗരസ്ത്യ ആത്മീയതയിൽ സഭാമക്കളെ വളർത്തുവാൻ പരിശ്രമിക്കുകയും ചെയ്തു പോരുന്ന കോട്ടയം വടവാതൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയുടെ റെക്ടർ സ്ഥാനം നിർണായകമായ ഒന്നായിരുന്നു. തുടർന്നുള്ള 4 വർഷക്കാലത്തോളം സെമിനാരി റെക്ടർ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് ഭാവിയുടെ വാഗ്ദാനങ്ങളായ ഒട്ടേറെ വൈദിക വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ചയക്കുവാൻ അദ്ദേഹത്തിനായി. ഇന്ന് മുൻനിരയിൽ തുടരുന്ന അനേകം മെത്രാന്മാരും വൈദിക പ്രമുഖരും അഭിവന്യ പള്ളിക്കാപ്പറമ്പിൽ പിതാവിൻ്റെ ആ കാലത്തെ ശിഷ്യന്മാരാണ്. പിന്നീട് അദ്ദേഹം അവിടെ റെക്ടറായി നിയമിക്കപ്പെട്ടു. ആ അവസരത്തിലും ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഞങ്ങളും പരിശീലനം നേടിയത്. വളരെ സമർത്ഥനായ ഒരു റെക്ടറായിരുന്നു. ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ സെമിനാരിക്കാരുടെ ആ ഫോർമേഷനിൽ രൂപീകരണത്തിൽ ശ്രദ്ധാലുവായിരുന്ന ഒരു റെക്ടറായിരുന്നു പള്ളിക്കാപ്പറമ്പിൽ പിതാവ്. നല്ലൊരു കളിക്കാരനായിരുന്നു അദ്ദേഹം. ബാസ്ക്കറ്റ് ബോൾ അദ്ദേഹം കളിച്ചിരുന്നത്. വളരെ ഊർജ്ജസ്വലതയോടെ ചെറുപ്പക്കാരായ സെമിനാരിക്കാരെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ ഊർജ്ജസ്വലതയോടെ
അദ്ദേഹം ബാസ്ക്കറ്റ് ബോൾ കളിച്ചിരുന്നത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിന് നല്ല ആരോഗ്യമുണ്ടായിരുന്നു. അതുപോലെ എല്ലാവരുമായിട്ടുള്ള നല്ല ബന്ധം, സംസാരത്തിൽ ഹൃദ്യതയുണ്ട്. ഏത് കമ്പനിയിലും ഹൃദ്യമായി സംസാരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. അങ്ങനെ കൂടെയുള്ള സമൂഹത്തെ സന്തോഷിപ്പിക്കുന്ന, രസിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന രീതിയിലുള്ള സംസാര രീതിയായിരുന്നു, സംസാര ശൈലിയായിരുന്നു പള്ളിക്കാപ്പറമ്പിൽ പിതാവിൻ്റേത്. അദ്ദേഹം റോമിലെ സന്ദർശനത്തിന് പോയ അവസരത്തിൽ, മെത്രാനായതിനു ശേഷം മാർപ്പാപ്പായെ കാണുവാൻ പോയ അവസരത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാനും ഞങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അന്നത്തെ മെത്രാന്മാരെന്ന നിലയിൽ മാർപ്പാപ്പായെ കണ്ടപ്പോൾ അദ്ദേഹം മാർപ്പാപ്പായോടുമൊക്കെ വളരെ രസകരമായിട്ട് തമാശ പറഞ്ഞ് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഒരിക്കൽ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പായെ ഞങ്ങളെ വിരുന്നിന് ക്ഷണിച്ചു, ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിക്കുകയുണ്ടായി. ആ വിരുന്നിൽ വെച്ച് പള്ളിക്കാപ്പറമ്പിൽ പിതാവിൻ്റെ സംസാരം കേൾക്കുവാനും അദ്ദേഹത്തിൻ്റെ തമാശ കേൾക്കുവാനും വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ താല്പര്യം കാണിക്കുകയും അദ്ദേഹം ശ്രദ്ധാപൂർവ്വം അത് കേട്ട് രസിക്കുകയും ചെയ്തതൊക്കെ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അവിടെ 4 കൊല്ലം വൈസ് സെക്രട്ടറി ജോലി കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് മെത്രാന്മാരോട് തിരിച്ച് ഇവിടെ വടവാതൂർ സെമിനാരി റെക്ടറായിട്ട് വരണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ റെക്ടറായിട്ട് 1969 റെക്ടറായിട്ട് വടവാതൂർ സെമിനാരിയിലേക്ക് പോകുന്നു. ഇവിടെ വന്നിട്ട് എൻ്റെ ശിഷ്യനായിട്ടുള്ള ഞാൻ പറയാം, ഇവിടെ വളരെ വടവാതൂർ സെമിനാരി ഇപ്പോഴത്തെ മൂവാറ്റുപുഴ ബിഷപ്പ് ജൂലിയസ് പിതാവ് എൻ്റെ ശിഷ്യനായിരുന്നു. അതുപോലെ ഇടുക്കി പിതാവ് മാത്യു ആൻറ്റിക്കുഴി പിതാവ് എൻ്റെ സ്റ്റുഡൻ്റ്. അതുപോലെ ചിക്കാഗോ ബിഷപ്പ് ജേക്കബ് അങ്ങാടിയത്ത്, അതുപോലെ കാഞ്ഞിരപ്പള്ളി പിതാവ് മാത്യു അറക്കൽ പിതാവ്, ഇവരൊക്കെ വടവാതൂർ സെമിനാരിൻ്റെ ശിഷ്യരായിരുന്നു. അവിടെ നല്ല ഗ്രൂപ്പ് ശിഷ്യന്മാർ അച്ഛന്മാരായിട്ട് ഇന്ന് വിവിധ രൂപതകളിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. പല രൂപതകളിലെ വികാരികളന്മാർ, ഞാൻ സൂചിപ്പിച്ച പോലെ മെത്രാന്മാർ, ഇവരൊക്കെ വടവാതൂർ സെമിനാരിൻ്റെ ശിഷ്യരായിട്ടുള്ളവരാണ്. അതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. വടവാതൂർ സെമിനാരിൽ വരുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാലഘട്ടമായിരുന്നു. എങ്കിലും വലിയ പ്രയാസമൊന്നും കൂടാതെ ആ ബുദ്ധിമുട്ട് തരണം ചെയ്തു. സന്തോഷകരമായ വർഷമായിരുന്നു 4 വർഷവും വടവാതൂർ സെമിനാരി റെക്ടറായിരുന്നത്. ഇതിന് വൈദിക വിദ്യാർത്ഥി പരിശീലനം നൽകിയാൽ ഒരു കണക്കിൽ പറയുകയാണെങ്കിൽ എന്നെ ഓക്സിലറി ആയിട്ട് നിയമിച്ചപ്പോൾ എനിക്കിങ്ങോട്ട് പോരാൻ വിഷമമായിരുന്നു, സന്തോഷമില്ലായിരുന്നു. കാരണം ആ സെമിനാരി ജീവിതം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വിദ്യാർത്ഥികളോട് അവരുടെ എല്ലാ കാര്യങ്ങളും പങ്കുചേരുക, അവരോട് കളിക്കുക, എല്ലാ കാര്യങ്ങളും അവരോട് സഹകരിക്കുക, ഇതൊക്കെ എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. റെക്ടറായിട്ട് 4 വർഷക്കാലം. അതിനുശേഷമാണ് എന്നെ മെത്രാനായിട്ട് പോരുക. പൗരോഹിത്യ സ്വീകരണത്തെ തുടർന്നുള്ള 1.5 പതിറ്റാണ്ട് കാലം വൈദിക പരിശീലന രംഗത്ത് സജീവമായി തുടരവെയാണ് നനച്ചിരിക്കാതെ അഭിവന്യ പള്ളിക്കാപ്പറമ്പിൽ പിതാവിനെ തേടി മറ്റൊരു ഉത്തരവാദിത്തം എത്തിച്ചേരുന്നത്. സെമിനാരി ജീവിതത്തെ ഏറെ സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തിന് പാലാരൂപതയുടെ സഹായമെത്രാൻ എന്ന വലിയ സ്ഥാനം അപ്രതീക്ഷിതവും ഒരു പരിധിവരെ അനാകർഷകവും ആയിരുന്നു. എങ്കിലും ദൈവഹിതമെന്ന തിരിച്ചറിവിൽ 1973 അദ്ദേഹം ആ പുതിയ ദൗത്യത്തെ ഏറ്റെടുക്കുകയായിരുന്നു. തുടർന്നുള്ള ഏതാനും വർഷക്കാലം പാലാരൂപതയുടെ ആദ്യ മെത്രാൻ ഭാഗ്യസ്മരണാർഹനായ മാർ സെബാസ്റ്റ്യൻ വയലിൽ പിതാവിനൊപ്പം ചെലവഴിച്ച അനുഗ്രഹീതമായ നാളുകളെ അഭിവന്യ പിതാവ് സ്മരിക്കുന്നു. ഞാനന്ന് കുറേയൊക്കെ ഒബ്ജെക്ഷൻ പറഞ്ഞു. അവിടെ നിന്ന് പോരാനുള്ള ബുദ്ധിമുട്ടിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞു എൻ്റെ അധികാരികളോട്. അന്ന് അവർ സ്വീകരിച്ചില്ല. തീർച്ചയായിട്ടും ഞാൻ ഓക്സിലറി തന്നെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു റോമിൽ നിന്നും. അത് ഞാൻ ഓക്സിലറായിട്ട് ഇങ്ങോട്ട് വരിക. വയലിൽ പിതാവ് വളരെ സന്തോഷകരമായ ജീവിതം. വയലിൽ പിതാവിൻ്റെ കൂടെ എത്രയോ സ്നേഹത്തോടെ അദ്ദേഹം എന്നെ സ്വീകരിച്ചു.
വയൽ പിതാവിന് നല്ല ആരോഗ്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഓക്സിൽ വേണമെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് 1973 അദ്ദേഹം പ്രായാധിക്യമൊന്നും ആയില്ലായിരുന്നെങ്കിലും അദ്ദേഹത്തിന് നല്ല സുഖമില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അധികം ഒന്നും യാത്രയൊന്നും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വളരെ സന്തോഷത്തോടെ ചെയ്യും. അദ്ദേഹത്തിൻ്റെ ജോലികളെല്ലാം ഏറ്റെടുത്ത് പലതും ചെയ്തു തീർക്കാനായിട്ടുണ്ടായിരുന്നു. പ്രത്യേകം പള്ളി വിസിറ്റിയൊക്കെ നടത്തുക അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായി തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഞാനന്ന് ഓക്സിലറി ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 6-8 വർഷക്കാലം 73 81 വരെ അദ്ദേഹത്തിൻ്റെ ഓക്സിലറി ആയിട്ട് ഞാനിവിടെ ജോലി ചെയ്യുക, സഹായമെത്രാൻ എന്ന നിലയ്ക്ക്. അതും എനിക്ക് സന്തോഷമുള്ള കാലഘട്ടമായിരുന്നു. സന്തോഷം, യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലെന്ന് പറയാൻ സന്തോഷമുണ്ട്. കാരണം അത്ര വിശുദ്ധനായൊരു വ്യക്തിയാണ് വയൽ പിതാവ്. അദ്ദേഹത്തിന് കീഴിൽ ജോലി ചെയ്യുന്നവരുടെ സ്നേഹപൂർവ്വം സൗഹൃദമായിട്ട് പെരുമാറാനും അവരെ ബഹുമാനിക്കുവാനും അവരുടെ ആശയങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാനുള്ള സന്നദ്ധ എപ്പോഴും വയൽ പിതാവിനുണ്ടായിരുന്നു. അതെനിക്കിപ്പോൾ സന്തോഷമായിട്ട് തോന്നിയിട്ടുണ്ട്. അത്രമാത്രം ഒരു വിശാല മനസ്ഥിതി എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തോട് ജോലി ചെയ്യുന്നവരെ എത്രയോ സ്നേഹത്തോടെ പെരുമാറിയിരുന്ന ആ സൗഹൃദം എനിക്ക് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെ പങ്കുവയ്ക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവരാണ് പറയേണ്ടത്. ആ കാലം എനിക്ക് എപ്പോഴും സന്തോഷമുള്ള കാലമായിരുന്നു. പിന്നെ 81 മുതൽ ഞാൻ 2004 വരെ 21 വർഷക്കാലം രൂപതയുടെ മെത്രാനായിട്ട് ശുശ്രൂഷ ചെയ്യേണ്ടി വന്നു. അതും സന്തോഷത്തിൻ്റെ കാലഘട്ടമായിരുന്നു. എത്രമാത്രം ഫലപ്രദമായ ജോലി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. കഴിയുന്നത് എൻ്റെ ആത്മാർത്ഥമായി ജോലി ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ജീവിതകാലത്തുടനീളം ദൈവസ്വരത്തിന് കാതോർത്ത് അവിടുത്തെ അജഗണത്തിൻ്റെ പ്രിയങ്കരനായ ഇടയനായി തീർന്ന വിശ്വസ്തനായ ഒരു ദൈവശുശ്രൂഷകൻ. അദ്ദേഹത്തിൻ്റെ വഴികളിൽ ആദ്യന്തം വിളങ്ങി നിൽക്കുന്നത് ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ടപ്പോൾ അവിടുന്ന് സമ്മാനിച്ച നേട്ടങ്ങളാണ്. ഔദ്യോഗികമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും വിരമിച്ച് ഒരു വ്യാഴവട്ടം പിന്നിട്ടിട്ടും ദൈവസ്വരത്തിന് കാതോർത്ത് അവിടുത്തെ അജഗണത്തിനൊപ്പം ആയിരിക്കുന്ന ഈ മഹാനായ ശുശ്രൂഷകന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പം നന്നായിട്ട് എന്തെങ്കിലും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെല്ലാം അതിൻ്റെ അടിസ്ഥാനം ഇട്ടത് വയൽ പിതാവാണ്. പിതാവ് എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് ചെയ്യുന്നത്. ഈ കോളേജ്, സെൻറ്റ് തോമസ് കോളേജ്, അൽഫോൻസ കോളേജ്, BEd കോളേജ്, ഇതെല്ലാം 3 കോളേജുകൾ ആരംഭിക്കുക എത്രയോ ശ്രമകരമായ കാര്യമായിരുന്നു. അതെല്ലാം എവിടുന്ന് വയൽ പിതാവ് പണം സമാഹരിക്കാൻ സാധിച്ചു എനിക്ക് അറിഞ്ഞുകൂടാ. വളരെ ബുദ്ധിമുട്ടായിരുന്നു. മിഷൻ ലീഗ് വളരെയേറെ ശക്തമായിട്ട് പ്രവർത്തിച്ചൊരു രൂപതയാണ് പാലാ രൂപത. ഇവിടെയാണല്ലോ ആരംഭിക്കുന്നത് തന്നെ. അതുകൊണ്ട് ധാരാളം വളരെയേറെ ദൈവവിളികൾ ഈ രൂപതയിൽ ഉണ്ടാകാൻ സാധിച്ചിട്ടുണ്ട്. മിഷൻ ലീഗിൻ്റെ പ്രവർത്തനം ഇപ്പോൾ കുറച്ചൊരു മന്ദി ഭവിച്ചിട്ടുണ്ടെങ്കിലും മിഷൻ ലീഗ് വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ ഇവിടെ മിത്രനായിരുന്നത്. അതിൻ്റെയൊക്കെ വളരെ ഫലങ്ങൾ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. 2004 എനിക്ക് സന്തോഷമുണ്ട്. ജോലിയിൽ നിന്ന് ഞാൻ 77 വയസ്സുണ്ടായിരുന്നു. ഞാൻ ജോലിയിൽ നിന്ന് വിരമിച്ചു. കല്ലറങ്ങാട്ട് പിതാവ് ജോലി ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിശ്രമ ജീവിതം. ഇപ്പം ഇവിടെ ആ ഇടയ്ക്ക് കുറേയൊക്കെ ഞാൻ യാത്രയും ചെയ്തിട്ടുണ്ടെന്നൊക്കെ എനിക്ക് കുറച്ചുകൂടി ആരോഗ്യം ഉണ്ടായിരുന്നു. ഞാൻ 2 തവണ ഉദാഹരണമായിട്ട് 2012 അൽഫോൻസാമ്മയുടെ കാനനൈസേഷൻ റൂമിൽ പോകാൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ 2015 എനിക്ക് ഇവിടെ യൂറോപ്പിൽ സന്ദർശിച്ചപ്പോൾ ക്രാക്കോവിൽ ജോൺ ബോൾ മാർപ്പാപ്പയുടെ ജന്മസ്ഥലത്തും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രൂപതയിലും ഒക്കെ പോകാൻ സാധിച്ചു.